ഹായ് മക്കളെ, അങ്ങനെ നിങ്ങൾ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു, ഫസ്റ്റ് സബ്ജക്ട് എക്സാം കഴിഞ്ഞു. ആൻഡ് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും. നിങ്ങളുടെ എക്സാം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് ജസ്റ്റ് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക. കാരണം ഞങ്ങൾ നടത്തിയ പോളിൽ ഏകദേശം 70% കുട്ടികളും വളരെ എളുപ്പമാണെന്ന് പറഞ്ഞത്. ഇതുകൊണ്ടൊരു ചെറിയ പ്രശ്നം ഉണ്ടാവും. എന്താ പ്രശ്നം? അതായത് ഇംഗ്ലീഷ് ഒക്കെ കഴിഞ്ഞ് 2 ദിവസം മാത്രം നമുക്ക് പഠിക്കാൻ കിട്ടിയിട്ടും നമുക്ക് കെമിസ്ട്രിയിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച ഉണ്ട് നമുക്ക് മാത്സിന്റെ എക്സാം. ഈ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് തോന്നലുണ്ടാവും അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വന്നിട്ടുണ്ട്, ഒന്ന് കമന്റ് ഇടണം കേട്ടോ. കാരണം ചിലപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവുമായിരുന്നു. ഇന്ന് എന്ത് ചെയ്യുന്നു, അതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ എന്നായിരിക്കും. പാടില്ല. കാരണം എന്താ, മാത്സിനെ സംബന്ധിച്ചിടത്തോളം 60 മാർക്കിൽ 60 നിങ്ങൾക്ക് നേടാനുള്ള ഒരു സുവർണ അവസരമാണിത്. അതായത് 520-ൽ 520 തന്നെ എത്തിക്കാൻ പറ്റുന്ന ഒരു സുവർണ അവസരമാണിത്. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി 7 ദിവസം 14 ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്സിൽ 60 ഉറപ്പാണ്. 60-ൽ കുറയുന്നത് എന്താണ്, നിങ്ങളുടെ വലിയ നഷ്ടമാണ്, നിങ്ങൾ ഉഴപ്പിയതാണെന്നേ ഞാൻ പറയുള്ളൂ. സോ 60 മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്കുള്ള സ്റ്റഡി പ്ലാൻ ആണ്. 2 പാർട്ടാണുള്ളത്. ഒന്ന് ഷുവർ ക്വസ്റ്റ്യൻ സീരീസ് റെക്കോർഡഡ് ആയിട്ടും അതേപോലെ തന്നെ ലൈവുകൾ നമ്മൾ എന്താണ്, രാത്രി ഒരൊറ്റ ലൈവിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിപ്പിക്കുന്നതിന് പകരം 2 ലൈവുകളായിട്ട് രാവിലെ 9 മണിക്കും രാത്രി 7 മണിക്കായിട്ട് 2 ലൈവുകളാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പഠിക്കുക. അതായത് രാവിലത്തെ ലൈവ് ഒരു 9 to 11 ഉണ്ടാവും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്തൊക്കെ നോക്കാം. ഉച്ചയ്ക്ക് ശേഷം രാത്രി വീണ്ടും ലൈവ് ഒരു 9 മണി വരെ ഉണ്ടാവും. ആ ലൈവിന് ശേഷം എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒന്ന് റിവൈസ് ഒക്കെ നോക്കാം. ഇതേപോലെ തന്നെ ബോർഡിൽ നല്ല അത്യാവശ്യം വൃത്തിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നതിനും തിയറിയും പറഞ്ഞുതരും, ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യും. അങ്ങനെ 11-ാം തീയതിക്കുള്ളിൽ 14-ാം തീയതിയുടെ പരീക്ഷയ്ക്ക് 11-ാം തീയതിക്കുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ 14 ചാപ്റ്റേഴ്സും പഠിപ്പിച്ച് തീർക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ് ലൈവിന്റെ ടൈമിംഗ്. അതിനുശേഷം എന്ത് ചെയ്യും, അതിനുശേഷം ഇവിടെയാണ് കേട്ടോ, ഇവിടെയാണ് നമ്മളുടെ ഡേറ്റ് ഉള്ളത്. അതിനുശേഷം 12-ാം തീയതി ഒരു ഫുൾ ചാപ്റ്റർ മാരത്തോൺ രാവിലെ 9 മണി മുതൽ ഈ പഠിച്ചത് ഒന്നും കൂടെ ഊട്ടി ഉറപ്പിക്കാൻ 12-ാം തീയതി ഒരു ഫുൾ ചാപ്റ്റർ മാരത്തോൺ. അത് കഴിഞ്ഞാൽ 13-ാം തീയതി പകല് മുഴുവൻ നിങ്ങളെ സമയമാണ്. നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനും ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാനും ആക്റ്റീവ് റീകോൾ ചെയ്യാനും ഒക്കെ വേണ്ടി 13-ാം തീയതി പകല് മുഴുവൻ നിങ്ങൾക്ക് തരുന്നു. 13-ാം തീയതി വൈകുന്നേരം രാത്രി 7 മണിക്ക് എന്താണ്, ഒരു വെടിക്കെട്ട് റിവിഷൻ ഉണ്ടാവും. ആ ഒരു റിവിഷനോട് കൂടി മൊത്തം സെറ്റാവും. പിറ്റേ തരുന്ന ചോദ്യങ്ങൾ അവിടെ നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്യും. രാവിലെ ഒരു റോക്കറ്റോട് കൂടി മാത്സിലെ 60 മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. എല്ലാ ഡിസ്ട്രാക്ഷൻസും ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ആ ഒരു കുറച്ച് ദിവസം എന്ത് ചെയ്യുക, മാറ്റി വെച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്സും അതിനുശേഷം വരുന്ന മുഴുവൻ പരീക്ഷകൾക്കും നിങ്ങൾക്ക് നല്ല മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. ആൻഡ് അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാണ്, നിങ്ങൾക്ക് എന്തുണ്ടാവും, ഷുവർ ക്വസ്റ്റ്യൻസ്, അതും റെക്കോർഡഡ് ആയിട്ടുള്ള 14 ചാപ്റ്ററിന്റെയും ഷുവർ ക്വസ്റ്റ്യൻ രാവിലെയും വൈകുന്നേരവുമായിട്ട് നമ്മൾ തരുന്നതായിരിക്കും. ഇതേപോലെ എന്ത് ചെയ്യുക, ഇതാണ് അതിന്റെ ഷെഡ്യൂൾ വരുന്നത്. നിങ്ങൾക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ലൈവ് കഴിഞ്ഞിട്ട് ആ ഷുവർ ക്വസ്റ്റ്യനും ഓരോന്നായിട്ട് കണ്ടു നോക്കുക. 60 മാർക്കല്ലടാ, ലൈഫിൽ ഒരിക്കലും റിഗ്രറ്റ് ഉണ്ടാവാൻ പാടില്ല. ആ 60 മാർക്ക് ഞങ്ങൾ നേടിത്തരാം, ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഐ ആം റെഡി എന്നുള്ളത്. ആൻഡ് ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ ലൈവിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ബൈ, കൂടെ ഉണ്ടാവും.